പെണ്ണോട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഉരുളിക ബുദ്ധി ഉണ്ടായവരാണോ ഞാൻ? എല്ലാത്തിനും ഇങ്ങനെ പേടിക്കാൻ പാടില്ല. ജീവിക്കുന്നതിൽ അർത്ഥമേ ഇല്ലല്ലോ. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇത്ര താമസിക്കുന്ന അങ്ങോട്ട് ചെല്ലടാ. മർസു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഈ മർസു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവൻ നിന്നെ കളിപ്പിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലാണ്ട് വേറെ ഒന്നുമില്ല. മറ്റൊന്നുമല്ല, അവൻ അവന്റെ പൂർവികർക്ക് നന്ദി പറയുകയാണ്. അവൻ അവന്റെ പൂർവ്വകാലത്തിലേക്ക് പോയിരിക്കുകയാണ്. ഓ, നിങ്ങൾ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? പൂർവ്വകാലത്തേക്കോ? അതൊരിക്കലും പൂർവ്വകാലത്തേക്ക് പോകാൻ പാടില്ല. അതിന് കുടുംബമുണ്ട്. മിസ്സിസ് മർസു, പിന്നെ ലിറ്റിൽ മർസു, കുഞ്ഞുങ്ങളുണ്ട്, പിന്നെ ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ ഞാൻ. മർസു, നമുക്ക് വീട്ടിൽ പോണം. നമുക്ക് നാളെ എവിടേക്ക് വരാം? നീ വിഷമിക്കണ്ട ഹെക്ടർ. അതിന്റെ മനസ്സിന് സമാധാനം ആവശ്യമുണ്ടെന്ന് കരുതിയിട്ട് അതിങ്ങനെ ചെയ്യുന്നത്. അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ ഇത് എപ്പോ തീരുന്നുള്ളത് എനിക്കറിയില്ലല്ലോ. അതിരിക്കട്ടെ, ഇതിനുള്ള ഉത്തരം എന്താ നിങ്ങൾ രണ്ടുപേരും എനിക്ക് തരാത്തത്? ഒരു പുഴു തീർച്ചയായിട്ടും ഒരു ദിവസം ചിത്രശലഭമായി മാറും. മിസ്റ്റർ സപ്പങ്കട്ടിപ്പോട, നമ്മൾ സംസാരിക്കുന്നത് മർസിനെ കുറിച്ച് അല്ലാണ്ട് ചിത്രശലഭത്തിനെ കുറിച്ചല്ലോ. ഓ ഹെക്ടർ, ഞാൻ നിനക്കൊരു ഉദാഹരണം പറയാം. നമ്മുടെ മുത്തശ്ശി ഒരു ദിവസം ചന്ദ്രനെ നോക്കി ധ്യാനം ചെയ്യാൻ തുടങ്ങി. അത് കഴിയാൻ ഏകദേശം 10 വർഷം എടുത്തു. എന്ത് 10 വർഷമോ? അങ്ങനെ പറയാൻ പറ്റില്ല. 11 മാസം 22 ദിവസം അങ്ങനെയൊക്കെ പോയി. പക്ഷെ മർസു ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും അവനെ പഴയ സ്ഥിതിയിൽ എത്തിക്കണം. എല്ലാം ഇപ്പൊ ക്ലിയർ ആയി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് തന്നെ വരുന്നത്. കാളയെ പോലെ വളർന്നു, പക്ഷെ വിവരം എന്ന് പറയുന്നത് തൊട്ടടുത്തൂടെ പോലും പോയിട്ടില്ല. മാർസുപ്പിലാമി ഇടവേളയ്ക്ക് ശേഷം തുടരുന്നു.